സാറ് ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു കളഞ്ഞല്ലേ? ആരാടി മാധവിയോ? നിന്നെ തേടി തന്നെ ഞാനും വന്നത്. വാ, അകത്തോട്ട് വാ. ചേട്ടാ ചേട്ടാ ശരി ചേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ വരൂല. ഞാനാ വിളിക്കുന്നേ. വരൂ വരൂ. കൈ കിട്ടിയ തട്ടിപ്പറിച്ച് നീ നശിച്ചു പോകേ ഉള്ളൂ. ഇരിക്കൂ. ചേട്ടാ, ഇത്രയും തരം താഴണമായിരുന്നു. ഒരു പെണ്ണിന്റെ മുമ്പിൽ നിയന്ത്രണം വിട്ടു പോകുന്നവനാണ് ബാലേട്ടനെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങൾ എനിക്ക് പുനർജന്മം തന്ന് വലിയൊരു മനുഷ്യനാണ്. എന്റെ ശരീരമാണ് ബാലേട്ടന് ആവശ്യമെങ്കിൽ ഇതാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നോട് ക്ഷമിക്കൂ. ചേട്ടനെ ജീവന് തുല്യം സ്നേഹിക്കുന്നവളാണ് ഡേസി. ഇങ്ങനെ തെരുവ് വേശികളെ തേടി പോകുന്നത് ചേട്ടൻ അവളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇല്ല, ഡേസി അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. എന്നാൽ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ചേട്ടൻ മാത്രമാണ്. എനിക്കൊന്നും കേൾക്കണ്ട. ബാലേട്ടാ, ബാലേട്ടാ, ചായ. സാവിത്രി, ഞാൻ ഇന്നലെ വളരെയധികം മദ്യപിച്ചു പോയി. എന്റെ അവിവേകത്തിന് എനിക്ക് മാപ്പ് തരൂ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന എന്നോട് അങ്ങ് മാപ്പ് ചോദിക്കരുത്. ഇന്നലെ നടന്നതെല്ലാം ഞാൻ അപ്പോഴേ മറന്നു. നീ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഡെയ്സി എന്റെ രക്ഷിതാവിന്റെ മകളാണ്. അവളെ വിവാഹം ചെയ്യാൻ ഞാൻ അർഹനല്ല. ഞാൻ വിവാഹം ചെയ്യുന്നെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. ബാലേട്ട, എങ്ങു നിന്നോ ഓടി വന്നവളാണ് ഞാൻ. ബാലേട്ടന് എന്നേക്കാൾ നിലയും വിലയുമുള്ള പെണ്ണിനെ കിട്ടും. ഏറ്റവും വിലയുള്ളതായി ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയാണ്. ഡെയ്സി ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു പറയുന്നത് കൊണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞിട്ടേ നമ്മുടെ വിവാഹം നടത്തൂ. അതുവരെ നിന്റെ നേരിനെ പോലും ഞാൻ സ്പർശിക്കില്ല. പറച്ചോനെ, ഇതാരി സാവിത്രി കുട്ടി എങ്ങോട്ട് പോണു? ബാലേട്ടന് ചോറ് കൊണ്ടു കൊടുക്കാൻ. സന്തോഷം. ഇപ്പോഴാണ് ബാലസാറിന് ഒരു മേൽലാസം ഉണ്ടായത്. കെട്ടിയവൻ ജോലിക്ക് പോയിരിക്കണം, കെട്ടിയവള് കെട്ടിയവന് ചോറും കൊണ്ടുപോകണം. ആ ചെല്ല് ചെല്ല്. ചോറ്. ഇവിടുത്തെ പതിവ് പുള്ളികളുടെ കൂട്ടത്തിൽ സാറിന് മാത്രമാണ് ഈയിടെ കാണാത്തത്. പുതിയതൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ വരുന്നേ? അയ്യോ, ഇപ്പോഴുള്ളതെല്ലാം പുതിയതല്ലേ? ദ്രാക്ഷായനെ, അമ്മണി, എലിക്കുട്ടി, ഇങ്ങോട്ട് വരേൻ. ഇത്രയും പേരാ ഇപ്പോഴുള്ളത്. മനസ്സിൽ പിടിച്ച് ഏതാണെന്ന് വെച്ചാൽ കബൂലാക്കി. എവരെയൊക്കെ ഞാൻ ഇതിന് മുമ്പും കണ്ടിട്ടുള്ളതാണല്ലോ. നിങ്ങളൊക്കെ പോയി
സാറേ, ഹോട്ടലിൽ നിന്ന് ശാപ്പാട് വെട്ടിക്കുന്നത് പോലെ 8 വാക്കിന് പല മുതലാളിമാരും കാറായി. പറയുന്ന കാശ 8 മണി കഴിഞ്ഞാലേ ഇവിടെ ഒരെണ്ണത്തിനെ കാണത്തില്ല. ശരി, ഞാൻ ഇറങ്ങുന്നു. ഉള്ളത് ഈ പങ്ക് കഴിച്ചിട്ട് പോകുന്നതായിരിക്കും ഭംഗി. ഇതെന്തിനാ ഒന്നിനും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് 10 രൂപ വരുന്നത്? ഇപ്പൊ പൂത്താലോട്ട് അകത്തോട്ട് പോയില്ലേടോ? അയ്യോ, എന്നാ പുരി അത് മാത്രം നടപ്പില്ല. വന്താരം വെച്ചോ 100 രൂപ. എത്ര രൂപ തന്നാലും ഈ ജന്മത്ത് അത് സാധ്യമല്ല. അതേ, കമലാക്ഷമ്മയുടെ മോള് സാവിത്രിയാ. എനിക്ക് അവളെ മതിയിടോ. മതിയെന്ന് വെച്ച കാര്യം നടക്കണ്ടേ? എത്രയോ മുതലാളിമാർ ലക്ഷക്കണക്കിന് രൂപ വെച്ച് നീട്ടിയിട്ടും കമലാക്ഷമ്മ സമ്മതിച്ചിട്ടില്ല. ഓ, ആ പിന്നെ കാര്യം കമലാക്ഷമ്മയോട് നേരിട്ട് അങ്ങ് പറഞ്ഞേക്ക്. എന്താ മണി? സാവിത്രിയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവക്കൊണ്ട് ഞാൻ എന്ത് തുടങ്ങി? വേണ്ട മുനി, ഈ ആഗ്രഹമേ നിനക്ക് വേണ്ട. ഇക്കാര്യത്തിൽ നീ എന്നെ അമ്മയായിട്ട് തന്നെ കാണണം. ഗതികേട് കൊണ്ട് ഞാൻ ഈ നരകത്തിൽ വന്നു വിട്ടു. പക്ഷേ എന്റെ ജീവനുള്ളവരെ അവളെ ഈ വഴിക്ക് വിടുകില്ല. പിന്നെന്തിനാ അവളെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കും? അവള് വെളി നിന്നാ പഠിച്ചത്. പഠിത്തം കഴിഞ്ഞു. ഇനി അവളെ ആരുടെ കൂടെങ്കിലും മാനമായിട്ട് പറഞ്ഞു വിടണം. എന്താ മുതലാളി വിളിച്ചത്? ഇപ്പൊ കേട്ടല്ലോടാ? ക്ഷണിച്ചില്ലോ? സാവിത്രി കുട്ടിയുടെ പാദസരത്തിന്റെ വിളിക്കണേ. 1000 രൂപ കൊടുക്കണം. 1,00,000 രൂപ കൊടുത്താൽ ആ തള്ള അവളെ അയക്കും. പിന്നെ എന്താ ചെയ്യും? പാമ്പും പഴയതാ മുതലാളി നല്ലത്. 2 പെഗ് കൂടെ അടിച്ചേച്ച് മുതലാളി സരോജയുടെ മുഖത്തേക്ക് നോക്കിയാട്ടെ, സാവിത്രി കുട്ടിയാന്ന് തന്നെത്താൻ തോന്നും. ഇന്ന് വരെ അവളെ ഒരു തെറ്റിലും വീട്ടാതെയാണ് ഞാൻ വളർത്തിയത്. അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നീ വേശ്യാലയങ്ങളിൽ കയറിയിറങ്ങുന്നവനാണ്. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല. നിങ്ങളും ഈ തൊഴിൽ അവസാനിപ്പിക്കണം. മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കുഴിയിൽ വന്ന് വീണത്. സാവിത്രിയെ പഠിപ്പിച്ച വകയിൽ വളരെയധികം കടമുണ്ട്. അത് തീരുന്നതുവരെ ഈ ചെളിയിൽ നിന്നും കരകയറാൻ നിവർത്തിയില്ല. ഒരു നല്ല മനുഷ്യനായി മാറി ഞാൻ സാവിത്രിയെ സംരക്ഷിച്ചുകൊള്ളാം. അമ്മ എനിക്കുള്ള വിവാഹം ചെയ്തു തരണം. ആ, നീ ഇത്രയും താല്പര്യം കാണിക്കുന്നത് കൊണ്ട് അവക്കിഷ്ടമാണെങ്കിൽ ഞാനിത് നടത്തിത്തരാം. മോളി വിവാഹത്തിന് സമ്മതിക്കണം. രാഘവൻ നല്ലവനാ. നിന്നെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നതിൽ എനിക്ക് ഒരു സമാധാനവുമില്ല. അതുകൊണ്ട് വിവാഹത്തിന് ഏർപ്പാട് ചെയ്യാം.